ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും എയ്സിഡ് ബാക്കാണ് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ PSCയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടീസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അടുത്ത ദിവസങ്ങളിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ എന്താ സംശയം വന്നു കാണും എല്ലാവർക്കും അല്ലെ. പറഞ്ഞുതരാം. അതായത് നമ്മുടെ PSCയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ പറയുന്ന 21-ാം തീയതി അവർ പുതിയ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇനി വരാൻ പോകുന്ന എന്താണ് പുതിയ നോട്ടിഫിക്കേഷൻസ് അല്ലേ, പറയുന്ന വരാൻ പോകുന്ന പുതിയ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ എന്തെല്ലാം വരും, ഓക്കെ, അതുകൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുതിയ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് വീഡിയോ വ്യക്തമായിട്ട് കേട്ടിക്കാൻ ശ്രമിക്കുക. സംശയം എന്തെങ്കിലും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, വീഡിയോ കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ നമ്മളൊന്ന് എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അല്ലേ. 21/10/2025 വന്നിട്ടുള്ള നോട്ടീസ് ആണ് അതല്ലേ. നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്ന 2025 ഒക്ടോബർ 21 ചേർന്ന കമ്മീഷൻ എന്താണ് യോഗ തീരുമാന പ്രകാരം താഴെ പറയുന്ന 20 കാറ്റഗറികളിലേക്കാണ് എന്ത് ചെയ്യുന്നത് പുതിയ വിജ്ഞാപനം വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാറ്റഗറിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്താണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മൾ എന്ത് ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് നമ്മൾ നോക്കിയിരുന്ന പല എന്താണ് എക്സാമിനേഷൻസിനുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ പ്രധാനമായിട്ട് ഒന്നാമത് കാണാൻ സാധിക്കുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ, അതേപോലെ തന്നെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിഷറീസ് വകുപ്പിന്റെ ഫിഷറീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നമ്മുടെ ഈ പറയുന്ന മിൽമേക്ക് അല്ലേ, ഫെഡറേഷൻ ലിമിറ്റഡ്, അതേപോലെ എന്താണ് KCM ലിമിറ്റഡ്, അതേപോലെ എന്താണ് ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്നീ സംവിധാനങ്ങളിലേക്ക്. അടുത്തത് പോലീസ് ബാൻഡ് യൂണിറ്റ്, നമ്മുടെ പോലീസിന്റെ ബാൻഡ് ഉണ്ടല്ലോ, പോലീസിന്റെ ബാൻഡ് യൂണിറ്റ്, വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ അല്ലെ, ബാൻഡ്, ബ്ലൂഗർ, ഡ്രമ്മർ എന്നിവയുള്ളത്. അടുത്തത് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുള്ള കാര്യം നമ്മൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു കമന്റ് ആയിരുന്നു ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലിലേക്ക് അല്ലെ, ഈ പറയുന്ന ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് നോട്ടിഫിക്കേഷൻ വരുത്തില്ലേ, ഇനി അത് മാത്രമേ വരുത്തുള്ള സംശയം ചോദിച്ചപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പറയുന്ന വരും മാസങ്ങളിൽ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന നോട്ടീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രിസൺ ആൻഡ് കറക്ഷൻ എന്താണ് സർവീസിലേക്ക് അല്ലെ, പറയുന്ന പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ അവർ പറയുന്നത് അടുത്ത തീയതികൾ അവരെന്ത് ചെയ്യും, അത് റിലീസ് ആക്കുമെന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിനായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തയ്യാറെടുപ്പുകൾ എന്ത് ഉടനെ തന്നെ തുടങ്ങാന്നുള്ളതാണ്. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അടുത്ത് തന്നെ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വിളിക്കുക എന്നുള്ളത് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പില് ഈ പറയുന്ന എന്താണ് ഈ പറഞ്ഞ ബോട്ട് ലാസ്കർ, അതേപോലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അക്കൗണ്ടന്റ്. ഇനി പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും എന്താണ് നോക്കിയിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്, നമ്മളെല്ലാം ആകാംക്ഷയോടെ നമ്മൾ എന്താണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു എന്താണ് ഒരു തസ്തികയും കൂടിയാണ്. അതായത് ഇവിടെ ഈ പറയുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡുകൾ അല്ലെ, കമ്പനി കോർപ്പറേഷൻ ബോർഡുകൾ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് അല്ലെ LGSലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന രണ്ട് എന്താണ് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു. ഒന്ന് പറയുന്ന ഈ പറയുന്ന നമ്മൾ തൊട്ട് മുമ്പ് വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എന്താണ് പ്രിസൺ ഓഫീസറിന്റെ, മറ്റൊന്ന് ഈ പറയുന്ന കമ്പനി ബോർഡ് LGSലേക്കുള്ളതാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പറയുന്ന ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിലേക്ക് പറയുന്ന മലപ്പുറം ജില്ലയിലേക്കുള്ള വന്യജീവി വകുപ്പിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവർ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് പറയുന്ന കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പില് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ മലപ്പുറം ജില്ലയിലെ എന്താണ് വകുപ്പിൽ ക്ലർക്ക് അല്ലെ. അങ്ങനെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ നോട്ടീസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ നോക്കിയിരുന്നത് പറഞ്ഞാൽ ഒന്നെന്ന് ഈ പറയുന്നത് പ്രിസൺ ഓഫീസർ ആയിരുന്നു അല്ലെ, ഈ പറയുന്ന പ്രിസൺ ഓഫീസർ ആയിരുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS ആയിരുന്നു അല്ലെ. എന്താണ് കമ്പനി ബോർഡ് LGS ആയിരുന്നു. പിന്നെ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിയിരുന്നത് അല്ലെ. അറിയായിരിക്കും ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന സംവിധാനം കൂടിയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് അവരെ നോക്കിയിരിക്കുന്ന സമയത്ത് പോലീസ് ഫയർഫോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരെന്താണ് ജോലി ആഗ്രഹിക്കുന്ന ഒരു സർവീസ് കൂടിയാണ് ഈ പറയുന്നത് കേരള പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടിനുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ പഠിച്ചു തുടങ്ങേണ്ടവര് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി മുന്നിൽ സമയമൊന്നും ഇല്ല, പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറെടുപ്പ് തുടങ്ങുക. ഉടനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത് അല്ലേ. അപ്പൊ വിശ്വാസമാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അല്ലേ. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, അപ്പൊ വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ എന്ത് ഞങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം നമ്മുടെ കമ്പനി ബോർഡ് LGSനൊക്കെ പറയുന്ന എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഏസിഡ് ബാക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു കമ്പനി ബോർഡ് LGS പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ഈ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഓക്കെ, അതേപോലെ പറയുന്ന സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെയും വൈകിപ്പിക്കേണ്ട. ഓക്കെ, പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ബേസിൽ വരെ നിങ്ങൾ എന്ത് പഠിപ്പിച്ച് സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. 9995461246 തമ്മിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ സംശയം നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ തരുന്നതായിരിക്കും. അതേപോലെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ശേഷം പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ സംശയമോ ഡൗട്ടോ എന്ത് തന്നെ ആയിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ ഫോമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരെ പെട്ടെന്ന് തന്നെ പഠിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ പഠിക്കുന്നവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. സംശയം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക.